ഹലോ, നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? എന്താണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഒരു ശീലമാണ് വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ചക്ക കൊണ്ട് അട ഉണ്ടാക്കാമെന്ന്. ഈ ചക്ക എന്ന് പറഞ്ഞാൽ വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. ഇവിടെ എന്നും കൂഴച്ചക്ക, ഒരു 2 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനെന്നും ഇവിടെ പറിക്കുമ്പോൾ എല്ലാം കൂഴച്ചക്കയെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വരിക്കച്ചക്ക കിട്ടി. അപ്പോൾ പിന്നെ അത് വേവിച്ചു, വറുത്തു. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പഴുക്കാൻ പറ്റി വെച്ചു. കാരണം വരിക്കച്ചക്ക കിട്ടിയാൽ ഏറ്റവും ടേസ്റ്റ് പഴുത്തതിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വൈകിട്ട് കുറച്ച് ഇലയട ഉണ്ടാക്കി. ഇലയടയോ കുമ്പിളപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഡലി പോലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെങ്കിലും ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇലയട ഉണ്ടാക്കാനുള്ള റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പക്ഷേ നമ്മൾ ശർക്കരയും തേങ്ങയൊന്നും സെപ്പറേറ്റ് വെക്കുന്നില്ല. ഇതെല്ലാം ശർക്കര, തേങ്ങ, ഏലക്കപ്പൊടി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ റവയും അരിപ്പൊടിയും കൂടെ ഒരുപോലെ എടുക്കുന്നുണ്ട്. കൂടുതൽ റവയും കുറച്ച് ഒരു 3:1 പോലെ കൂടുതൽ റവ എടുക്കും. പിന്നെ ഇച്ചിരി ഒരു മയത്തിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ഏലക്കയും വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ജീരകം ചേർക്കാം കേട്ടോ. തേങ്ങയും ഏലക്കയും കൂടെ പൊടിച്ച് അതിൻ്റെ അകത്ത് ചേർക്കാം. പിന്നെ കുറച്ച് മധുരം നോക്കിയിട്ട്, ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കര നമുക്ക് ചേർക്കാം. ഇപ്പോൾ കുറച്ച് വെളുത്തൊക്കെ ഇരിക്കണം അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ, കളറിൻ്റെ ഒരു ഡിഫറൻസ് വരും. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ, ഞാനിപ്പോൾ ഇവിടെ വലിയ ഇലയൊന്നും എടുത്തില്ല, ചെറുതായിട്ട് ഇല എടുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ടുള്ളൊരു കംഫർട്ടബിലിറ്റിക്ക് അങ്ങനെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരിക്കച്ചക്ക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ചക്ക ഫാൻസാണ് എന്ന്. എനിക്ക് കപ്പേനേക്കാളും ചക്കയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ചക്കയെ വേവിച്ച് എനിക്ക് അങ്ങനെ ഭയങ്കര അന്തഫാനല്ല. എനിക്കിഷ്ടം ചിപ്സ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ അടയോ കുമ്പിളപ്പോ, അതൊക്കെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ.